ഹലോ ഫ്രണ്ട്സ്, 5 മിനിറ്റ് റെസിപ്പീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. നിങ്ങളുടെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ബീഫ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ടേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ടേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ബീഫ് മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. എത്ര വിസിലിന് വേവിക്കണമെന്ന് ഞാനിവിടെ പറയുന്നില്ല. അത് ബീഫിന്റെ വേവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് വേവിച്ചെടുക്കണം, അത് മാത്രമേ പറയാനുള്ളൂ. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്തോട്ടേക്ക് വെക്കാം. പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ടേക്ക് കുറച്ച് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയാണ് ചേർക്കുന്നത്. സവാള പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ബീഫ് മസാലയോ അതല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു മസാലപ്പൊടി ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു മസാല ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും അതിന്റെ വെള്ളവും കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്. ആവശ്യത്തിന് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് വലിയ ജീരകവും ചെറിയ ജീരകവും കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലുള്ള വെള്ളം വറ്റുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ടേക്ക് വെക്കുക. ചീനച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പം അതിലോട്ടേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തേങ്ങാക്കൊത്തിന്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ചെറിയുള്ളിയുടെ കളറും ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് വറ്റൽ മുളകും കൂടെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലോട്ടേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ബീഫിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ബീഫ് വല്ലാണ്ട് ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം. അതല്ല കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതേ പ്രോസസ്സ് നമുക്ക് ചിക്കൻ വെച്ചിട്ടോ അതല്ലെങ്കിൽ മട്ടൺ വെച്ചിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.